ഹാമിദ് ഗസാലി കാഫിറാണെന്നാണ് വഹാബി മതം. ഗസാലി ഇമാം കാഫിറ, ഷഅറാനി ഇമാം കാഫിറ. ഇതാണ് ആര് പറയുന്നത്? വഹാബികൾ പറയുന്നു. ഇവരുടെ ആദ്യത്തെ ആളാരാ? ഖവാരിജ് കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് പറയൽ എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ പഠിച്ചോനാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ വഹാബിയാവേ ആവാതിരിക്കേ നിങ്ങൾ ഇഷ്ടം. ലോകത്തെ സംഭാവനകൾ, ഇസ്ലാമിന് സംഭാവനകൾ അർപ്പിച്ച ഇമാമിങ്ങളല്ല, പല ഇമാമിങ്ങളും ഇവരെ ഭാഷയിൽ കാഫിറാണ്. അത് നമ്മൾ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയൂല. അവരറിയാതെ വഹാബിയായി പോയതാണ്. പാവങ്ങൾ അത് പഠിക്കണം. അവരെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ സമസ്തയാകലോ മറ്റല്ല, ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം. പക്ഷേ വഹാബിന്ന് പോകുന്ന സുന്നിയാണ്. വഹാബിയിൽ നിന്ന് രാജിവെച്ച് സുന്നിയാകണം. ആയിക്കോ, കൽബിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടും. സുന്നിയായിക്കോ മനുഷ്യ. സുന്നിയായ മനുഷ്യന് കൽബിലേക്ക് അടിക്കുന്ന ഒരു പൂങ്കാറ്റ് അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. സുന്നിയായിക്കോ, സുന്നിക്ക് കിട്ടുന്ന കൽബിലെ ഒരു കാറ്റുണ്ട്, അത് ആസ്വദിക്കാന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, അതിന്റെ ഒരു അതിന്റെ ഒരു സുഗന്ധം മനോഹരം. അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരു ബദർ ബൈത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഗന്ധമുണ്ട്. അവരാരാ? ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദർ ഫഖാല ഇഅ്മലു മാ ശിഅ്തും. ബദർ കഴിഞ്ഞപ്പോൾ അല്ലാഹു ബദരീങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ശിക്ഷിക്കൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളെ നരകത്തിലിടൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്താലും നരകത്തിലിടൂല എന്ന് വ്യംഗ്യർത്ഥത. യഹ്മലും ആശീത്തും നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്യുന്നല്ല. പക്ഷെ അത് അള്ളാന്റെ സന്തോഷമാണ്. മനസ്സിലായ പറഞ്ഞു. നമ്മളൊരു മകൻ നമുക്ക് അത്രയും വലിയ ഒരു ഉപകാരം ചെയ്തു തന്നാ പറയില്ലേ, എന്റെ കുട്ടി നീ എന്ത് ചെയ്താലും ബാപ്പാക്ക് പ്രശ്നമില്ല. മകളെ കെട്ടിക്കാണ് ഒരു മിനിങ് പൊന്നില്ലാത്ത സമയത്ത് മകൻ എന്ത് ചെയ്തു? ഗൾഫിൽ നിന്ന് വന്നിട്ട് 50 പവൻ പൊന്ന് വാങ്ങിക്കൊടുത്ത് എല്ലാ കല്യാണമൊക്കെ നടത്തിയ ബാപ്പ പിടിച്ച് പറയില്ലേ, നീ എന്റെ കുട്ടി എന്ത് പറഞ്ഞാലും ബാപ്പാക്ക് പ്രശ്നമല്ല കേട്ടോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വാക്കാണ് എന്ത്? നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശിക്ഷയില്ല എന്നർത്ഥം. ഈ രൂപത്തിലാണ് ബദർ കഴിഞ്ഞപ്പോൾ ബദരീങ്ങളെ നോക്കി അല്ലാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ബദരീങ്ങളെ ബദർ ബൈത്ത് ചെല്ലുമ്പോ ഇവിടെ കിട്ടുന്ന രസമുണ്ട്. അത് വല്ലാത്തതാ, അത് വല്ലാത്ത. بحمزة الكرار عم المصطفى أسد الإله وسيد شهداء الله. മുഅ്മിനേ, നീ ചിന്തിക്കുന്ന മാഷയല്ല. ഒരു സുന്നിയായാൽ കിട്ടുന്ന ഒരു രസം ഭയങ്കരമാണ്, വല്ലാത്തൊരു രസം തന്നെയാണ്. ഒരു മജ്ലിസ് നൂർ ചൊല്ലിയാൽ അതിൽ കിട്ടുന്ന ഒരു രസം വളരെ മനോഹരമാണ്. അൽ ബദ്രിയത്തുൽ മൻഖൂസിയ അല്ലെങ്കിൽ ബദർ ബൈത്ത് എന്തും അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങളെ ഇതൊക്കെ ചിന്തിക്കണം. എന്നിട്ട് വഹാബിയത്തിൽ പോയവര് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരണം. വഹാബിയത്ത് ഒരിക്കലും അടിസ്ഥാന ദീനല്ല. അതിൽ ധാരാളം പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ പിഴവ് കേവലം പിഴവല്ല, അത് ഖുനൂത്ത് ഓതലും ഓതാതിരിക്കലും എന്ന പിഴവല്ല. അത് തറാവീഹ് നിസ്കരിക്കലും നിസ്കരിക്കാതിരിക്കലും എന്ന പിഴവല്ല. പിന്നെ ഏതാണത്? അത് മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയ പിഴവ. അതിന് വലിയ പ്രശ്നമുണ്ട്. ദുനിയാവിൽ നട്ടം, ആഖിറത്തിൽ നട്ടം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ മാർഗം പിന്തുടരണം. ഇതാ ഈ എല്ലാം മുസ്ലിമീങ്ങൾ മശായിഖന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിച്ചു. അപ്പോഴെല്ലാം കുട്ടികളെ പോലെ ഉമ്മത്ത് മുസ്ലിമത്തെ നീട്ടി നിൽക്കും. എപ്പോഴെല്ലാം മുസ്ലിമീങ്ങൾ മശായിഖന്മാരെയും അഹ്ലുസുന്നയുടെ ഉലമാഇനെയും തള്ളി പറഞ്ഞു, അന്ന് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരുടെ അടിമകളായിരിക്കും. റബ്ബന ഇനി മാനോക്കാൻ പാടില്ല. അങ്ങനെ മാന വെക്കുന്ന പ്രവണതകൾ ആദ്യകാലത്ത് ഖവാരിജികൾ നടത്തി. പിന്നെ
മുഅ്തസിലികൾ നടത്തി. ഖവാരിജിനെ സയ്യിദുന അലിയുൽ മുർത്തള ഒതുക്കി റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. പിന്നീടുള്ള മഹാന്മാരും ഒതുക്കി. ആ ഒതുക്കലിൽ ഖവാരിജിന് വലിയ ദേഷ്യം വന്നു. ഖവാരിജ് ബഹുമാനപ്പെട്ട ഹിജ്റ 40 ബഹുമാനപ്പെട്ട അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹുവിനെ റമളാൻ 17 പിടിച്ച് കൂട്ടി കൈത്തർത്തു കൊന്നു. സയ്യിദുന അലിയുൽ മുർത്തള, മഹാനായ സയ്യിദുന അലിയുൽ മുർത്തള. എന്തിനാണ് അലിയാരെ കൊന്നത്? ആരെ കൊന്നത്? ഖവാരിജ്. എന്തിനാ കൊന്നത്? ഖവാരിജ് പറയുന്ന ഖുർആന്റെ അർത്ഥം തെറ്റാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു. എന്താ ഖുർആന്റെ അർത്ഥത്തിൽ തെറ്റിയത്? കഫറ അസ്സവാദൽ അഅളം. അവരുടെ പ്രശ്നം ലോകത്ത് അവരല്ലാത്ത മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണ് എന്നായിരുന്നു. വളരെ ചിന്തിക്കണം, പഠിക്കണം. ഖവാരിജ് എന്നൊരു വിഭാഗം വരുന്നുണ്ട്. അവർ നരകത്തിലെ പട്ടികളാണെന്ന് മുഹമ്മദ് മുസ്തഫ. നായാന്നും പറയാ, പട്ടിന്നും പറയാം. ചില നാട്ടിൽ നായ എന്ന് പറഞ്ഞാലാണ് ദേഷ്യം ഉണ്ടാവുക, ചില നാട്ടിൽ പട്ടി എന്ന് പറഞ്ഞാലാണ് ദേഷ്യം ഉണ്ടാവുക. വിമർശനത്തിലെ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ? കെൽബ് എന്നും പറയാം, കെൽബത്ത് എന്നും പറയാം, നായെന്നും പറയാം, പട്ടിന്നും പറയാം. ആരാ അത് പറഞ്ഞത്? മുത്തുനബി. ആരേ പറഞ്ഞത്? മനുഷ്യന്മാരെ. ആരാ പറഞ്ഞത്? മനുഷ്യനെ നായ എന്ന് പറഞ്ഞ ആളാരാ? മുഹമ്മദ് മുസ്തഫ. അൽ ഖവാരിജ്, ഖവാരിജുകൾ കിലാബു അഹ്ലിന്നാർ, നരകക്കാരുടെ പട്ടികളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ നായ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. നിങ്ങൾ നായ എന്നാണ് നിങ്ങൾ വയനൊക്കെ നിങ്ങളെ സൗകര്യത്തിൽ. മലപ്പുറം ജില്ലയിൽ നായ എന്ന് കേട്ട ദേഷ്യമാണ്. എന്നാൽ തെക്കൻ ഭാഗത്തൊക്കെ തിരുവിതാംകൂറിലൊക്കെ പട്ടി എന്ന് പറഞ്ഞ ദേഷ്യം. അപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ അർത്ഥം വെക്കണ ഒരു നായ എന്ന് പറയണം, കോട്ടയം ഭാഗത്തൊക്കെ അർത്ഥം വെക്കണ ഒരു പട്ടി എന്നും പറയണം. എന്തുകൊണ്ട്? വിമർശനം. അങ്ങനെ തന്നെയല്ലേ വിമർശനം. പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്ത് വിമർശനം? അവർ നരകത്തിലെ പട്ടികളാ. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. എന്നാ അവർക്കൊക്കെയോ 2 കാല്, നല്ല വീതിയുള്ള ചെസ്റ്റ്, നല്ല നിസ്കാര ടാമ്പ്, താടി. അവരെ പോലെ താടിക്കാര് മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ താടിക്കാര് ഖവാരിജ. അവരെ പറ്റി പുണ്യ മുഹമ്മദ് മുസ്തഫ പറഞ്ഞതെന്താ? അൽ ഖവാരിജു കിലാബു അഹ്ലിന്നാർ, ഖവാരിജ് നരകത്തിലെ നായ്ക്കളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ കഫറു സവാദൽ അഅളം. അവര് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളെ കാഫിറാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ കാഫിറാക്കി. ആര്? ഖവാരിജ്. ഇതിനെ എതിരായി നിലകൊണ്ടു സയ്യിദുന അലിയുൽ മുർത്തള റളിയല്ലാഹു. അലിയാരെ കാഫിറാക്കി റളിയല്ലാഹു അൻഹു. അലിയാരെ കാഫിറാക്കി റളിയല്ലാഹു അൻഹു. പറയും മനുഷ്യന്മാരെ, അലിയാരെ കാഫിറാക്കി റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്തിനെ കാഫിറാക്കി റളിയല്ലാഹു അൻഹു. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا. നോക്കണേ എവിടെയാണ് ഈ ആയത്ത്? അൽ കൗഫ്. ഈ ആയത്ത് ഗൈബിയായ മുഅ്ജിസത്ത. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഈ ആയത്തിന്റെ വിഭാഗം ലോകത്തുണ്ടായിട്ടില്ല. ഈ ആയത്ത് ഇറങ്ങിയത് നസലത്ത് ഫിൽ ഖവാരിജ്. ഇത് ഖവാരിജികൾ ഇറങ്ങിയ ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഖവാരിജി എന്നൊരു വിഭാഗം ലോകത്തില്ല. മനസ്സിലായില്ല? ആയത്തിറങ്ങിയത് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. ഈ ആയത്തിറങ്ങിയത് നസലത്ത് ഫിൽ ഖവാരിജ്. ഇത് ഖവാരിജിൽ ഇറങ്ങിയ ആയത്ത്. എന്നെവിടെ ഉണ്ട്? റാസി എടുത്തു നോക്ക്, റൂഹുൽ ബയാൻ എടുത്തു നോക്ക്, അവിടെയൊക്കെ എടുത്തു നോക്ക്. ഞാൻ എന്റെ ഓർമ്മയിൽ എടുത്തു പറയാം. ദുറുൽ മൻസൂർ എടുത്തു നോക്ക്. നസലത്ത് ഫിൽ ഖവാരിജ്. ഇത് ഖവാരിജിൽ ഇറങ്ങിയ ആയത്താണ്. ഖവാരിജ് എന്നുണ്ടായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഉണ്ടായതാണ് ഖവാരിജ്. ഇത് ആയത്തിറങ്ങുന്നത് മുസ്തഫ നബി.
എന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് ആരിലിറങ്ങി? ഖവാരിജിലിറങ്ങി. ഖവാരിജോ നരകത്തിലെ പട്ടികൾ. നബിയുടെ കാലത്ത് ഖവാരിജുണ്ടോ? ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടോ? ഇല്ല. ഉമർ ബിൻ ഖത്താബ് അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാലത്ത് ഖവാരിജുണ്ടോ? ഇല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖവാരിജുണ്ടോ? ഇല്ല. ഖവാരിജ് തന്നെ ഉണ്ടായത് മഹാനായ സയ്യിദുനാ ദുന്നൂറൈനി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഉണ്ടായ വിഭാഗമാണ് ഖവാരിജ്. ഈ ഖവാരിജിനെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു. ഖുൽ ഹൽ ആയത്തിറങ്ങി. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന ഓദേ അഅമാലനില്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. ഇവിടെ ളല്ല അമലുഹും എന്നല്ല പറഞ്ഞു, ളല്ല സഅയുഹും. എന്തിനാ സഅയ് എന്ന് പറഞ്ഞത്? എന്താ? കഠിനാധ്വാനം ചെയ്ത അമൽ, സാധാരണ അമലല്ല. അപ്പോൾ ഇവർ ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. സഅയ് എന്ന വാക്കിന്റെ അർത്ഥം കഠിനാധ്വാനം. ഉദാഹരണം പറയാം. വളരെ ചിന്തിച്ചോളൂ. എനിക്കൊരു ലക്ഷ്യമില്ല. മഹാന്മാരാ ഉലമാക്കൾ പറഞ്ഞ് സമ്മതിച്ച് രേഖപ്പെടുത്തിയ രേഖ വെളിപ്പെടുത്തുകയാണ് ഞാൻ. അത്രയും. ഞാൻ ഇവിടെ ഫത്വ പറയാൻ ആളല്ല. പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്. അവർ രേഖപ്പെടുത്തിയ രേഖകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞാൻ വളരെ ചിന്തിക്കണം. ഈ ആയത്തിറങ്ങിയതോ ഖവാരിജിലാ. ഈ ഖവാരിജിന്റെ അമലിനെ പറ്റി അമല് എന്ന് പോലും അല്ല പറഞ്ഞത്, സഅയ് എന്നാൽ കഠിനാധ്വാനം. ഉദാഹരണം പറയാം. ഹജ്ജിന് പോയാൽ നമുക്ക് ഏറ്റവും പണിയുള്ള പണി ഏതാ? ഹജ്ജിന് പോയാൽ ഹജ്ജിന്റെ അർക്കാനിൽ പണിയുള്ള പണി എന്താ? തവാഫ് അത്ര വലിയ പണിയല്ല, മെല്ലെ നടന്നാൽ മതി. അറഫയിൽ നിന്നാ മതി, കിടന്നാലും മതി, ഉറങ്ങിയാലും മതി. അങ്ങനെയല്ലേ? ഉള്ളൂറേ ഉള്ളൂ. നിൽക്കുക, അറഫയിൽ നിൽക്കുക എന്നാണ്. നിന്നില്ല, ഇരുന്നു. ഒരാളെ കസേരയിൽ ഏറ്റിട്ടുണ്ട് അറഫയിൽ വെച്ചാലും മതി. ഒരാൾ ഉറങ്ങിയപ്പോ വേറൊരാൾ കട്ടിലിട്ട് അറഫയെ കൊണ്ട് വെച്ചു. അറഫ കഴിഞ്ഞാലും കിടന്നുറങ്ങി, എന്നാലും മതി. അപ്പോൾ അറഫ ഒരു പണിയല്ല. പിന്നെ മുസ്ദലിഫ ഒരു പണിയില്ല. അവിടെ രാത്രി കുറച്ചേരം നിൽക്കണം. കല്ല് പൊറുക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ല. കുട്ടിക്കാലം മുതലേ കല്ല് പൊറുക്കി കളിക്കണവരല്ലേ നമ്മള്. പിന്നെ മിനായിൽ വന്ന് പാർക്കുക. പിന്നെന്താ? എറിയ. ആരെങ്കിലും ഒന്ന് എറിയാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സുഖമുള്ള കാര്യം. ആകെ ഹജ്ജിൽ ഒരു പണിയുള്ളത് എന്താ? സഫയുടെയും മർവയുടെയും ഇടയില. അതിന്റെ പേരാണ് സഅയ്. മനസ്സല്ലേ? പറയ്. നടന്നാലും പോരാ, പറയ്. ഓട്ടം, സഅയ്. അതിൽ അധ്വാനുണ്ട്. ഒരാളങ്ങനെ ഒച്ചിന്റെ വേഗതയിൽ അരിച്ചു പോയാൽ കാമിലായ സഅയ് അല്ല. സഅയ് കാമിലാകണമെങ്കിൽ എന്ത് വേണം? പറ. തവാഫിന് നടന്ന പോലെ നടന്നാ പോരാ, കുറച്ച് കൂട്ടണം. ഇത് പേരെന്താ? സഅയ്. ഇനി ആയത്തിനർത്ഥം വെക്ക്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ അല്ലദീന ളല്ല സഅയുഹും. കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ആര്? ഖവാരിജ്. അപ്പോൾ ചെറിയ പണിയല്ല. വല്ലാതെ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, വല്ലാതെ ഖുർആൻ ഓതിയിട്ടുണ്ട്. കാനു അക്സറന്നാസി ബുകാഅൻ മിൻ ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ഓതി ലോകത്തെ ഏറ്റവും കരഞ്ഞത് ഖവാരിജാണെന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. മനസ്സിലായില്ല? കാനു അക്സറന്നാസി ബുകാഅൻ മിൻ ഖിറാഅത്തിൽ ഖുർആൻ ഓതി ലോകത്ത് ഖുർആൻ ഓത കാര്യ ആര്? ഖവാരിജ്. എന്നിട്ട് നബി അവരെ പറ്റി എന്താ പറഞ്ഞു? എന്നിട്ട് എന്താ മനസ്സിലാക്കാത്ത? എന്താ അവരെ പറ്റി പറഞ്ഞത്? അവർ നരകത്തിലെ പട്ടികളാണ്. അവരുടെ അധ്വാനങ്ങൾ ദുനിയാവ് തന്നെ പാഴായി. അതായത് അവരിൽ നിന്ന് ഒന്നും അല്ലാഹു തആല സ്വീകരിക്കും. എന്ത്? അവർ കഫറുൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളെ മുഴുവനും കഫറാക്കി. ആ പണിയാണ് ഇന്ന് വഹാബികൾ എടുക്കുന്നത്.
വളരെ ചിന്തിക്കണം. ആരെങ്കിലും വഹാബികളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തൊരു സ്നേഹം, ഒരു സ്നേഹം. എന്തിന് മഹ്ശറിൽ പോയി കൂടുന്നു? മഹ്ശറിൽ പോയി പണിയെടുത്താ പോരാ, പണിക്ക് മാർഗം ശരിയാകണം. മാർഗം മാർഗം ശരിയാകണം. മാർഗം ശരിയാകാതെ പണിയെടുത്തിട്ട് എന്താ കാര്യം? മാർഗം ശരിയാവണ്ടേ? മുളക്കുന്ന ഭൂമിയിലല്ലാതെ വിത്തിട്ട് പണിയെടുത്തിട്ട് കർഷകൻ എന്താണ് കാര്യം? എന്താ കാര്യം? ആദ്യം ഫീൽഡ് നോക്കണം. ഇവിടെ വിത്തിടാൻ പറ്റുമോ എന്ന് കർഷകൻ നോക്കണം. എന്നിട്ട് പണിയെടുക്കണം, എന്നിട്ട് വിത്തിടണം. വലിയക്കാരോടാണ് ഞാൻ ഓത് എന്ന് പറയുന്നത്, വയസ്സന്മാരോടല്ല. അവരുടെ ഭാഷയിൽ അവർ ഏറ്റവും നല്ല പണിയാണ് ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നതോ അന്നഹും, തീർച്ചയായും അവർ ഏറ്റവും മനോഹരമായ കർമ്മം ചെയ്യുന്നവരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അവരെ കർമ്മങ്ങളെല്ലാം ദുനിയാവിൽ. വളരെ ചിന്തിക്കണം. നിസ്കരിക്കാൻ നോമ്പുൽക്ക, പക്ഷെ വിശ്വാസം ലോക മുസ്ലിമീങ്ങൾ കാഫിറാണെന്ന്. ഇതന്നെ വഹാബി വിശ്വാസം. വഹാബികളല്ലാത്തവരെല്ലാം കാഫിറാണെന്ന് വഹാബികൾ വിശ്വസിക്കുന്നു. എന്ത് കാര്യം? ഇത് ശരിക്ക് ചിന്തിക്കണം. ഇത് ഞാൻ പറയുന്നത് ഇതിവിടെ എല്ലാവരും പറഞ്ഞവരാ. ഇതെല്ലാവരും പറഞ്ഞവരാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ്. ഇയാൾക്കെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അസ്സവാഇഖുൽ മുഹരിഖ, അസ്സവാഇഖുൽ ഇലാഹിയ ഫി റദ്ദി അലൽ വഹാബിയ. എന്റെ കയ്യിലുണ്ട് കിതാബ്, എന്റെ കയ്യിൽ. അസ്സവാഇഖുൽ ഇലാഹിയ ഫി റദ്ദി അലൽ വഹാബിയ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ നാശമാക്കിയ ആളുകൾക്കെതിരെ ഇയാളെ ജ്യേഷ്ഠൻ കിതാബ് എഴുതിയിട്ടുണ്ട്. അസ്സവാഇഖുൽ ഇലാഹിയ ഫി റദ്ദി അലൽ വഹാബിയ. ലോക മുസ്ലിമീങ്ങൾ കാഫിറാണെന്ന് പറഞ്ഞ എന്റെ അനുജൻ, അവനാണ് കാഫിർ, അല്ലാതെ ലോക മുസ്ലിമീങ്ങൾ അല്ല എന്ന് അതിൽ അയാൾ സമർത്ഥിച്ചിട്ടുണ്ട്. ഇയാളെ ഏട്ടൻ ഇക്കാക്ക. ഇയാളെ വല്യാപ്പാന്റെ പേരും സുലൈമാന. വല്യാപ്പാക്ക് പേരൊപ്പിച്ച് പേരിട്ടതാണ്. ആർക്ക്? ഏട്ടൻ. ഇയാളെ വല്യപ്പാന്റെ പേര് സുലൈമാൻ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ. ഇയാളെ കാക്കാന്റെ പേര് സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ. വളരെ ചിന്തിക്കണം. അയാളുടെ വിശ്വാസം ലോക മുസ്ലിമീങ്ങൾ കാഫിറാണ്. മുസ്ലിമീങ്ങളെ കാഫിറാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ച ജനത്തെ കാഫിറാക്കിയ ആദ്യത്തെ സംഘം ഖവാരിജാണ്. ഈ ഖവാരിജിനെ നരകത്തിലെ പട്ടികൾ എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അവരെ പറ്റി ആയത്തിറങ്ങിയിട്ടുണ്ട്. അവരെന്തെടുത്ത കാര്യം? അവരെ താടിത്ര നെഞ്ചിലിങ്ങനെ ചൂലുകൊണ്ട് അടിക്കും പോലെ കിടക്കും താടി. അവരെ ഞെരിയാണിക്ക് മുകളില് അവര് തുണിയെടുക്കൂ, വലിച്ചെടുക്കൂല. പിന്നെയോ നിസ്കാരത്താകുമ്പോ നെറ്റിയിൽ ഞാൻ പകരെന്താ ഖുർആനോട്. എന്നിട്ട് എന്താ നബി പറഞ്ഞത്? പട്ടിയൻ. എന്താ പ്രശ്നം? മുസ്ലിം സമുദായത്തിന്റെ പൊതുധാരയിൽ നിന്ന് അവർ പുറത്തു പോവുകയും മുസ്ലിം സമുദായത്തെ അവർ കാഫിറാക്കുകയും ചെയ്തു. വളരെ ചിന്തിക്കണം. ആരെ കാഫിറാക്കി? സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബിനെ പോലും കാഫിറാക്കി. അതേ പണി വഹാബികൾ ചെയ്തു. വഹാബികൾ
ആരൊക്കെ കാഫിറാക്കി? മഹാനായ അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല് ബാക്കിയോട് പറയണം. മഹാനായ സയ്യിദുന അബൂ ഹമീദ് അൽ ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു മൻ മിസ്ലുഹു ബഅദഹു. ആരാ പിന്നെ അങ്ങനെ ആൺകുട്ടി? AD 1111 ഇമാം ഗസാലിയുടെ വഫാത്ത് റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലി വഫാത്താകുന്നത് AD 1111. AD 1137 സലാഹുദ്ദീൻ വന്നു. കണ്ടിട്ടില്ല. പക്ഷേ സലാഹുദ്ദീൻ ദർസിൽ ഓടിയപ്പോഴാണ് ആൺകുട്ടിയായത്. ഏതാ ഓടിയത്? യഹ്യ. ആരുടെ കിതാബ്? ഗസാലി. നിങ്ങളിന്റെ കൂടെ ഇല്ലേ? മുസ്ലിം നിങ്ങളിന്റെ കൂടെ ഇല്ലേ? മനസ്സിലാവണില്ലേ? നിങ്ങൾ ഇത് ചിന്തിക്കണം. കുട്ടി ഇത് പഠിക്ക്. ഹിജ്റ AD 1111 AD 1111 ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി വഫാത്താകുന്നത്. AD 1137 സുൽത്താൻ സലാഹുദ്ദീൻ ജനിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. AD 1174 AD 1174 നീതിമാനായ നൂറുദ്ദീൻ സംഘി മരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലോകത്തിന്റെ പകരക്കാരനായി നിന്നു സുൽത്താൻ സലാഹുദ്ദീൻ. ആരാണ് നൂറുദ്ദീൻ സംഘി എന്ന് നിങ്ങൾ കേൾക്കണം. ഒരു രാത്രി ഹബീബായ റസൂലുള്ളാഹ് സ്വപ്നത്തിൽ വന്ന് പറയാണ്, എന്നെ സഹായിക്കണം. അദ്ദേഹം വടക്കൻ സിറിയയിലാണ്. ഒരു രാത്രി ഹബീബ് സ്വപ്നത്തിൽ വന്ന് പറയാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം. പിറ്റേന്നും വന്നു പുണ്യ റസൂൽ. സ്വലാത്ത് ചെല്ലാത്ത എന്തിനിവിടെ ഇരിക്കണം? പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്താണ് ദീൻ? എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നു മനസ്സിലായില്ലേ? സൽജൂക്കി രാജവംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് ആര്? ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ സംഘി റഹ്മത്തുള്ളാഹി അലൈഹി. അവരാരാ? നീതിമാൻ. മരിക്കുന്നത് AD 1174. ഒരിക്കൽ ഞാൻ അവരെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നൂറുദ്ദീൻ സംഘി പോയപ്പോൾ മുസ്ലിം ലോകം അധികാരം ഏൽപ്പിച്ച മഹാനാണ് സുൽത്താൻ സലാഹുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. നൂറുദ്ദീൻ സംഘി മരിക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് യൂറോപ്യന്മാരുടെ കയ്യിലാണ്. ബൈത്തുൽ മുഖദ്ദസിനെ യൂറോപ്യന്മാർ അന്ന് കുതിരലായമാക്കി. ബൈത്തുൽ മുഖദ്ദസിൽ അന്ന് ചാണകമാണ്. കുതിരയെ കെട്ടും യൂറോപ്യന്മാർ. അവരത് കുതിരലായമാക്കി. AD 1099 യൂറോപ്യന്മാർ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയത്. മുത്ത് മുഹമ്മദ് മുസ്തഫ 16-17 മാസം തിരിഞ്ഞു നിസ്കരിച്ച ഇസ്ലാമിന്റെ പരിശുദ്ധ ഖിബിലയാണ് ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ്. അല്ലാഹു അതിന്റെ ശറഫ് വർദ്ധിപ്പിക്കുകയും അവിടേക്കും മറ്റു ഖിബിലയിലേക്കും എത്തിപ്പെടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. AD 1099 യൂറോപ്യന്മാർ ബൈത്തുൽ മുഖദ്ദസ് എടുത്തു. എന്നിട്ട് അതിന്റെ ചുമരുകൾ പൊളിച്ച് അവർ അതിന്റെ ഒരേരിയ കുതിരലായമാക്കി. മറ്റേരിയ അവരുപയോഗിച്ചു. മുസ്ലിം ലോകത്തിന് ഇതിലേറെ വേദനയില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന 300-ലേറെ വരുന്ന ദർസ് പഠിച്ച മുഴുവൻ മുതഅല്ലിമീങ്ങളെ കൊന്നു. ഒരു ദിവസം ഉച്ചയായപ്പോഴത്തിന് 70,000 ആളുകളെ യൂറോപ്യന്മാർ കൊന്നു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. മുസ്ലിമീങ്ങൾ വളരെ വേദനയുള്ള അനുഭവിച്ച സമയമാണിത്. ഈ സമയത്ത് വേറൊരു പ്രശ്നം ഉണ്ടായി. എന്റെ മഹാനായ സുൽത്താൻ നൂറുദ്ദീൻ സംഘി രാത്രി സ്വപ്നം കണ്ടു. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ എന്നെ സഹായിക്കണമെന്ന് ഹബീബായ നബി വന്ന് പറഞ്ഞു. ആരോട്? സുൽത്താനോട്, നൂറുദ്ദീൻ സംഘിയോട് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താന്ന് മനസ്സിലായില്ല. അദ്ദേഹം വടക്കൻ സിറിയയില. റസൂൽ വരിക സ്വപ്നത്തിൽ, എന്നെ സഹായിക്കണം എന്നാ റസൂൽ പറയുന്നത്. പിറ്റേ ദിവസവും ഉറങ്ങിക്കിടക്കുമ്പോൾ മുത്ത് റസൂൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ സഹായിക്കണം എന്ന്.
മൂന്നാം ദിവസവും പുണ്യ മുഹമ്മദ് മുസ്തഫ, മൂന്നാം ദിവസം നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് ഹബീബായ നബി വന്ന് പറഞ്ഞ് എന്നെ സഹായിക്കണം കേട്ടോ. ഉടനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി വടക്കൻ സിറിയയിൽ നിന്ന് കാഫില കെട്ടി മദീനയിൽ വന്നു. കുറെ ഹദായ കൊണ്ടുവന്നു, പല സൈസ് ഹദിയകൾ, രാജാവിന്റെ വക ഹദിയ കീസുകളിൽ കെട്ടിക്കൊണ്ടുവന്നു മദീനയിലേക്ക്. ശ്രദ്ധിക്കണേ, മദീനയിൽ വന്നിട്ട് മദീനയിലെ ഗവർണറെ വിളിച്ച് ഗവർണരോട് പറഞ്ഞ് മദീനക്കാരായ എല്ലാ ആളുകൾക്കും ഞാൻ ഹദിയ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും നേരിട്ട് എന്റെ മുന്നിൽ ഹാജരായിട്ട് ഹദിയ വാങ്ങണം. മൂന്നാം ദിവസം റസൂലുള്ളാഹി സ്വപ്നത്തിൽ രണ്ടാളെ കാണിച്ചെന്നു. ആ ആളുകൾ എന്റെ പരിശുദ്ധമായ ശരീരം എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അവര് എന്റെ പരിശുദ്ധ റൗളത്തു ശരീഫ തുരക്കുന്നുണ്ട്. രണ്ടാള്. ആ രണ്ടാളെ ചിത്രം കാണിച്ചു കൊടുത്തു, രണ്ടാളെ കോലം കാണിച്ചു കൊടുത്തു. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചിത്രം ശരിക്കും മനസ്സിൽ പതിഞ്ഞു. സ്വപ്നത്തിൽ ഹദിയകളും കൊണ്ടുവന്നു. മദീനയിലെ വന്നിട്ട് ഗവർണറെ വിളിച്ച് പറഞ്ഞു, എനിക്ക് മദീനക്കാരെ മുഴുവനും ഒന്ന് കാണണം, അവർക്ക് ഹദിയ കൊടുക്കാൻ നേരിട്ട് വരണം. എല്ലാവരും വന്നവർക്കൊക്കെ ഹദിയ കൊടുത്തു. പക്ഷെ ഒരാൾ പോലും ഇക്കൂട്ടത്തിൽ കണ്ടില്ല. അപ്പോൾ സുൽത്താൻ ചോദിച്ചു, ഇനി ആരും ഇല്ലേ? അല്ല, ഇനി ആരും ഇല്ല. അല്ല, ഇല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, മൊറോക്കോവിൽ നിന്ന് വന്ന 2 ആളുകളുണ്ട്. അവര് ഒന്നും പോവില്ല. അവര് രാവും പകലും ഇബാദത്തിലായി അവരുടെ വീട്ടിൽ താമസിക്കുക. അവർ എപ്പോഴെങ്കിലേ റൗളയിൽ വരും. അപ്പോൾ പറഞ്ഞേ അവർക്ക് ദുനിയാവിൽ താല്പര്യമില്ല. അവർ രാവും പകലും ഇബാദത്തിലാ. അപ്പൊ അതുകൊണ്ട് ആണ് അവർ വരാത്തത്. അവർക്ക് ഒരു ഹദിയ ആവശ്യമില്ല. അവർ സായിദീങ്ങളാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഓ അങ്ങനെ നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഹദിയ വേണ്ടെങ്കിലും എനിക്ക് അവരെ കണ്ട് ദ്വാർപ്പിക്കാലോ, അങ്ങോട്ട് പോവാ. നേരെ ഇവർ താമസിക്കുന്ന, ഇവർ വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന റൂം തേടിപ്പോയി രാജാവ്. ചെന്ന് നോക്കുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച 2 ആളുകൾ ചെമ്പം മുടിക്കാര് പിടിച്ചു. എന്താടാ പണിയെന്ന് ചോദിച്ചു. എന്താടാ പണി എന്നാണ് ചോദിച്ചപ്പോൾ വിറച്ചു. പണിയാണ് കാണിച്ചു കൊടുത്തു. എന്ത്? അവനെ മുറിയിൽ നിന്ന് തൊരങ്കുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങോട്ട്? റൗളത്തു ശരീഫയിലേക്ക്. വളരെ മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവരിൽ ശിക്ഷ നടപ്പാക്കി ഖലീഫ എന്ന് മാത്രമല്ല, വളരെ ആഴത്തിൽ റൗളത്തു ശരീഫയിലെ എത്രയോ ആഴത്തിലെ ലോഹം ഉരുക്കി ഒഴിച്ച് ഇനി ഒരാൾക്കും തൊടാൻ പറ്റും. ഈ ഖലീഫയാണ് ആര്? മഹാനായ സുൽത്താൻ നൂറുദ്ദീൻ സങ്കി. നൂറുദ്ദീൻ സങ്കിക്ക് കുട്ടികളില്ല. നൂറുദ്ദീൻ സങ്കിയുടെ പകരക്കാരനായിട്ടാണ് നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട സുൽത്താൻ സ്വലാഹുദ്ദീനെ മിസ്റിലേക്ക് അയച്ചത്. പിന്നെ അദ്ദേഹത്തിന് കുട്ടികളില്ല. ഒരഭിപ്രായം കുട്ടികളില്ല, ഒരഭിപ്രായം ആൺകുട്ടികളില്ല, കരുത്തരില്ല. ഏതായാലും സംശയമില്ല. നൂറുദ്ദീൻ സങ്കി AD 1174 മരിച്ചപ്പോൾ മുസ്ലിം ലോകം എല്ലാം ഒരുമിച്ച് പറഞ്ഞേ, നൂറുദ്ദീൻ സങ്കിക്കൊരു പകരക്കാരനുണ്ടെങ്കിൽ അത് സ്വലാഹുദ്ദീനാണ്. ഇസ്ലാമിക ലോകത്തിന്റെ അധികാരം ഏറ്റെടുക്കണം. അങ്ങനെ നിർബന്ധപൂർവം ഇസ്ലാമിക ലോകത്തിന്റെ അധികാരം ഏൽപ്പിച്ചു മഹാനായ സ്വലാഹുദ്ദീൻ. മഹാനായ സുൽത്താൻ സ്വലാഹുദ്ദീൻ AD 1187 ബൈത്തുൽ മുഖദ്ദസ് യൂറോപ്യന്മാരെ പുറത്താക്കിയിട്ട് മോചിപ്പിച്ചു. AD 1214 ഒരു വഫാത്താകുന്നവരെ മുസ്ലിം AD 1187 AD 1194 ബഹുമാനപ്പെട്ട സുൽത്താൻ സ്വലാഹുദ്ദീൻ വഫാത്തായി. ഇതുകൂടെ പറയാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു കരുത്ത് അല്ലാഹു ഒരു മനുഷ്യനെ കൊടുത്തത്? എന്താ? അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ച് പഠിച്ചു. എന്ത് പഠിച്ചു? ഗസാലി ഇമാമിനെ പഠിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ലോകം കണ്ട സൂഫിയാണ് അബൂ ഹാമിദുൽ ഗസാലി. ഇതുപോലെ ഒരു മനുഷ്യൻ പിന്നീട്
പിന്നീട് ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതാണ് അബൂ ഹാമിദ് അൽ ഗസാലി, മുജദ്ദിദുൽ ഖർനിൽ ഖമിസി, 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ആര്? അബൂ ഹാമിദ് അൽ ഗസാലി. ബൈത്തുൽ മുഖദ്ദസ് യൂറോപ്യന്മാർ മോചിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് ഒരു വാള് വാങ്ങാനല്ല പോയത്, കിതാബോടാൻ പോയി. ആദ്യം കിതാബോടി, എന്ത് നിറച്ച് അങ്ങോട്ട് നിറച്ച്, എന്ത് ആത്മീയ ജ്ഞാനം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പഠിച്ചു, എന്ത് പഠിച്ചു? എന്തെങ്കിലും അല്ല പഠിച്ചത്, സൂഫികളിൽ നിന്ന് പഠിച്ചു. ലോകം കണ്ട സൂഫിയാണ് ആര്? അബൂ ഹാമിദ് അൽ ഗസാലി. നിങ്ങൾ ഇതെന്താണ് ചിന്തിക്കാത്തത്? വളരെ ചിന്തിക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ് ഈ തല? ഈ അബൂ ഹാമിദ് അൽ ഗസാലി ഇങ്ങോട്ട് നോക്കടാ. അബൂ ഹാമിദ് അൽ ഗസാലി, ബാല്യക്കാരാ, ചെറുപ്പക്കാരാ, നീ ചിന്തിക്ക്. നീ എന്റെ അനുജനാണ്, നീയാണ് ഇനി ദീനി കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കേണ്ടത്. അനുജന്മാരെ, നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വലാഹുദ്ദീൻ നമുക്ക് സംഭാവന ചെയ്തത് ഇഹ്യാ ഉലൂമുദ്ദീനാണ്. ഇഹ്യയുടെ നേതാവാണ്, അതിന്റെ കർത്താവാണ് അബൂ ഹാമിദ് അൽ ഗസാലി. മാത്രമല്ല നമുക്ക് സംഭാവന ചെയ്തത് അബൂ ഹാമിദ് അൽ ഗസാലി. ഇമാമിന്റെ കിതാബ് ദർസിലോതി പഠിച്ചു. ആര്? സ്വലാഹുദ്ദീൻ. സ്വലാഹുദ്ദീൻ പഠിച്ചപ്പോൾ ആർക്കും സ്വലാഹുദ്ദീനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. പകല് മുഴുവനും നോമ്പുൽക്കും. ഒരു സുൽത്താനെ നിന്റെ കൂടെ ഉണ്ടോ? സുൽത്താൻ. എന്താ സുൽത്താൻ ചെയ്യുന്നത്? പകൽ മുഴുവനും നോമ്പുൽക്കും, രാത്രി മുഴുവനും നിസ്കരിക്കും. അല്ലാഹ് പറഞ്ഞ കാര്യം അത് സൂഫിയാക്കളുടെ സ്വഭാവം. അല്ലാഹ് എന്ന് പറഞ്ഞ കാര്യം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. അത് അബൂ ഹാമിദ് അൽ ഗസാലി കാഫിറാണെന്നാണ് വഹാബി മതം. ഗസാലി ഇമാം കാഫിറ, ശഅറാനി ഇമാം കാഫിറ. ഇതാണ് ആര് പറയുന്നത്? വഹാബികൾ പറയുന്നു. ഇവരുടെ ആദ്യത്തെ ആളാരാ? ഖവാരിജ്. ഖവാരിജ് കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് പറയൽ എന്റെ ഉത്തരവാദിത്തം. ഞാൻ ഇത് പഠിച്ചോനാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ വഹാബിയാവേ ആവാതിരിക്കേ, നിങ്ങളുടെ ഇഷ്ടം. ഇത് പറയാൻ എനിക്കൊരു പേടിയില്ല. എന്തുകൊണ്ട്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജീവിതവും മരണവും സൃഷ്ടിക്കുന്നത് അല്ലാഹു. എന്തിനു പേടിക്കണം? ലോകത്തെ സംഭാവനകൾ, ഇസ്ലാമിന് സംഭാവനകൾ അർപ്പിച്ച ഇമാമിങ്ങളല്ല, പല ഇമാമിങ്ങളും ഇവരെ ഭാഷയിൽ കാഫിറാണ്. അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയൂല. അവരറിയാതെ വഹാബിയായി പോയത് പാവങ്ങൾ. അത് പഠിക്കണം. അവരെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ സമസ്തയാകലോ മറ്റല്ല, അതൊക്കെ നിങ്ങൾ ഇഷ്ടം. പക്ഷേ വഹാബിന്ന് പോകുന്ന സുന്നിയാണ്. വഹാബിയിൽ നിന്ന് രാജിവെച്ച് സുന്നിയാകണം. വഹാബി എന്ന് പറഞ്ഞാൽ മുജാഹിദ്. അവനെന്ത് ആക്കിയിട്ടു കാര്യമില്ല. മക്ക പിടിച്ചടക്കിയാലും മക്ക ഷിയാക്കളും കൈവശം വെച്ചിട്ടുണ്ടല്ലോ, മദീന ഷിയാക്കൾ കൈവശം വെച്ചിട്ടുണ്ടല്ലോ. ഷിയാക്കൾ തമ്മാടികളല്ലേ? ഷിയാക്കളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മക്കീ മദീന ഒരേ കയ്യിലല്ലേ? മക്കീ മദീന ഷിയാക്കളെ കയ്യിലായിട്ടില്ലേ? ഫാത്തിമകൾ ഷിയാക്കളല്ലേ? ഒരു ഷിയാക്കളെ മുസ്ലിമിയാക്കാൻ അംഗീകരിക്കാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞേ, മക്ക കൈവശം വെച്ച കൂട്ടത്തിൽ ആരുണ്ട്? ഷിയാക്കളുണ്ട്. ഫാത്തിമകൾ ഷിയാക്കളല്ലേ? ഫാത്തിമകളെ ഒന്നുമല്ലാതാക്കിയത് സുൽത്താൻ സ്വലാഹുദ്ദീനാണ്. സുൽത്താൻ സ്വലാഹുദ്ദീൻ വരുന്നത് വരെ മക്കയും മദീനയും കൈവശം വെച്ചിരുന്നത് ഷിയാക്കളാ. മക്കയും മദീനയും ഒരാൾ കൈവശം വെച്ചു എന്നത് ഒരു ന്യായം. അതുകൊണ്ട് അവർ നല്ലവരാന്ന് അർത്ഥമില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ലോകത്തെ കൊടിയ വഞ്ചക മുശ്രിക്കുകളാണ് കൈവശം വെച്ചത്. ചിന്തിക്ക്, ഇവിടെ എന്താ മാനദണ്ഡം? അർത്ഥം പറയുന്നില്ലേ?
ഖുർആൻ അർത്ഥം പറഞ്ഞാ പോരാ. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. നിങ്ങൾക്കൊരു മാർഗ്ഗമുണ്ട്, ആ മാർഗ്ഗം തെറ്റിപ്പോയാൽ അവർ അംഗീകരിക്കാൻ പാടില്ല. മാർഗ്ഗം തെറ്റിയ മാർഗ്ഗം തെറ്റിയില്ലേ? ഇമാം ഗസാലി, നമുക്കൊരു ആഗ്രഹമില്ലേ ഇമാം ഗസാലിയെ മഹ്ശറിൽ നിന്ന് കണ്ടുമുട്ടിയല്ല കയ്യൊന്ന് പിടിച്ച് മുട്ടണം. അങ്ങനത്തെ ഒരു ആൺകുട്ടിയുണ്ടോ ലോകത്ത്? അല്ലാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ് പറയാ മോനെ, മനസ്സറിഞ്ഞ് പറയേ, അല്ലാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ ഉസ്താദുമാര് ഏത് കിതാബ് ഓതിയാൽ അവസാനം ഓദിപ്പിക്കുന്ന കിതാബാണ് എന്ത്? യഹ്യ. എന്തേ യഹ്യ ഓതാതെ പുറത്തു കൊണ്ട? കാരണം ജിദ്ദീൻ നാശാക്കും. മനസ്സിലായില്ല? അങ്ങനെ തന്നെയല്ലേ? യഹ്യ ഓതാതെ പോയാൽ ദുനിയാവിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ നടക്കും ഈ തലയെ കെട്ടുകൊണ്ട്. അല്ലേ? സത്യല്ലേ? എന്റെ ഉസ്താദ് കോളേജിൽ പോകുന്നതിന് കർശന യഹ്യോണം. അത് ഉസ്താദിനെ കൊണ്ട് രണ്ടാമത് ദർസിണ്ടായിരുന്നു. രണ്ടാമത് ദർസിനല്ല ഉസ്താദ് കൊടുക്കട്ടെ. ദർസിന് സബക്കിന് വെക്കാൻ നേരല്ലാതെ അസറിന്റെ ശേഷം ഉസ്താദിന് 18 സബക്കാണ്. ശബ്ദം തീരല്ല. എന്നാൽ പോലും അവസാനം കോളേജിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ദർസിൽ വെച്ചു. എന്ത്? യഹ്യ. അസറിന് ശേഷം മഗ്രിബ് വരെ, മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ദർസ്. മുസ്ലിം മഗ്രിബിന് ശേഷം, മഗ്രിബിന് മുമ്പോ എന്തേ നാളെ കോളേജിൽ പോകും. പിന്നെ നാട്ടിൽ നിന്ന് ഫാരിഖായി ഇറങ്ങി നാടാശാക്കും. ഇങ്ങനെ എഴുതിയ കിതാബ്, എന്ന കിതാബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആയത്ത് കൊണ്ടുവന്നു കൊടുത്തു. മാഇദ സൂറത്തിലെ 54-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ഈ ആയത്ത് കൊണ്ടുവന്ന് മാഇദ സൂറത്തിലെ 54-ാമത്തെ ആയത്ത് സയ്യിദുനാ ജിബ്രീൽ, മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഈമാനിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അല്ലാഹു ഒരു പുതിയ ജനത്തെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നല്ല ഉഷാറിലിരുന്നാലേ പറയുള്ളൂ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ഒരു നിമിഷം സുന്നി ആയിക്കോ, കൽബിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടും. സുന്നി ആയിക്കോ മനുഷ്യ. സുന്നിയായ മനുഷ്യന് കൽബിലേക്ക് അടിക്കുന്ന ഒരു പൂങ്കാറ്റ് അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. സുന്നിയായിക്കോ, സുന്നിക്ക് കിട്ടുന്ന കൽബിലെ ഒരു കാറ്റുണ്ട്, അത് ആസ്വദിക്കാന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു അതിന്റെ ഒരു സുഗന്ധം മനോഹരം. അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരു ബദർ ബൈത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഗന്ധമുണ്ട്. അവരാരാ? ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദർ ഫഖാല ഇഅ്മലു മാ ശിഅ്തും. ബദർ കഴിഞ്ഞപ്പോൾ അല്ലാഹു ബദരീങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ശിക്ഷിക്കൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളെ നരകത്തിലിടൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ തെറ്റ് ചെയ്താലും നരകത്തിലിടൂല എന്ന് വ്യംഗ്യാർത്ഥം. വ്യംഗ്യർത്ഥത യമലുമാശീത്തും നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്യുന്നല്ല. പക്ഷെ അത് അള്ളാന്റെ സന്തോഷമാണ്. മനസ്സിലായോ? നമ്മളൊരു മകൻ നമുക്ക് അത്രയും വലിയ ഒരു ഉപകാരം ചെയ്തു തന്നാ പറയില്ലേ, എന്റെ കുട്ടി നീ എന്ത് ചെയ്താലും ബാപ്പാക്ക് പ്രശ്നമില്ല. മകളെ കെട്ടിക്കാണ് ഒരു മിനിങ് പൊന്നില്ലാത്ത സമയത്ത് മകൻ എന്ത് ചെയ്തു? ഗൾഫിൽ നിന്ന് വന്നിട്ട് 50 പവൻ പൊന്ന് വാങ്ങിക്കൊടുത്ത് എല്ലാ കല്യാണമൊക്കെ നടത്തിയ ബാപ്പ പിടിച്ച് പറയില്ലേ, നീ എന്റെ കുട്ടി എന്ത് പറഞ്ഞാലും ബാപ്പാക്ക് പ്രശ്നമല്ല കേട്ടോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വാക്കാണ് എന്ത്? നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശിക്ഷയില്ല എന്നർത്ഥം. ഈ രൂപത്തിലാണ് ബദർ കഴിഞ്ഞപ്പോൾ ബദരീങ്ങൾ നോക്കി അല്ലാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ബദരീങ്ങളെ ബദർ ബൈത്ത് ചെല്ലുമ്പോ ഇവിടെ കിട്ടുന്ന രസമുണ്ട്.
അത് വല്ലാത്തതാ, അത് വല്ലാത്ത. وبحمزة الكرار عم المصطفى أسد الإله وسيد شهداء الله. ഇതിന്റെ ചുരുക്കത്തിലാണ്. മുഅ്മിനേ, നീ ചിന്തിക്കുന്ന മാഷയല്ല. ഒരു സുന്നിയായാൽ കിട്ടുന്ന ഒരു രസം ഭയങ്കരമാണ്, വല്ലാത്തൊരു രസം തന്നെയാണ്. ഒരു മജ്ലിസുൻ നൂർ ചൊല്ലിയാൽ അതിൽ കിട്ടുന്ന ഒരു രസം വളരെ മനോഹരമാണ്. അൽ ബദ്രിയത്തുൽ മൻഖൂസിയ അല്ലെങ്കിൽ ബദർ ബൈത്ത്, എന്തും അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്. ഞാൻ വിഷയം തീർത്തില്ല. ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി, അശ്അരിയാക്കളൊക്കെ ഇതിൽ വിശ്വസിക്കുന്ന തബറുക്ക്, ബദറേത്തി അല്ലല്, ദലാലുൽ ഖൈറാത്തി അല്ലല്, എല്ലാ നല്ല കാര്യവും ഇതൊക്കെ സ്വലാത്ത് പെരുപ്പിക്കല്, ഇങ്ങനെ ഇന്ന് അഹ്ലു സുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആയത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട മാഇദയിലെ 54-ാമത്തെ ആയത്ത്. നിങ്ങൾ ആരെങ്കിലും ദീനിൽ തെറ്റിപ്പോയാൽ നിങ്ങളെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ജനത വരുന്നുണ്ട്. അവര് വല്ലാത്തൊരു ജനതയാണ്, ശ്രദ്ധിക്കും. എന്നിട്ട് പറയാണ് എങ്ങനെ പിന്നെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു മയർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ ബാക്കി യുഹിബ്ബുഹും വയുഹിബ്ബുനഹു. നോക്കണേ, യുഹിബ്ബൂനഹും വയുഹിബ്ബുഹും എന്നല്ല, യുഹിബ്ബുഹും വയുഹിബ്ബുനഹു. ഇങ്ങോട്ട് യുഹിബ്ബുഹും, അവരെ അല്ലാഹു ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു, അവർ അല്ലാഹുവിനെയും. ഇവിടെ അല്ലാഹുവിന്റെ ഇഷ്ടമാണ് മുന്തിച്ച്, ഇവരെ ഇഷ്ടല്ല. അല്ലാഹ് പഠിച്ചോനെ, ഒരിക്കലെങ്കിലും നീ ഞങ്ങളെ പറ്റിയും മഹ്ശറിൽ അങ്ങനെ പറയുന്നത് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. നിന്റെ ലിഖാഇന്റെ വേളയിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നീ ഞങ്ങളോട് പറയണമേ പഠിച്ചവനെ. അത് കേൾക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. അത് വല്ലാത്തൊരു പേരല്ലേ, യുഹിബ്ബുഹും. അല്ലാഹുമ്മ ജഅൽനി മിൻ, അല്ലാഹുമ്മ ജഅൽനി منهم اللهم اجعلنا منهم يا إله العالمين يا الله يا الله يا الله يا الله يا الله الله ഹവാക്കണി നിന്റെ ലിഖാഇന്റെ വേളയിൽ ഞങ്ങളോട് പറയണമേ അല്ലാഹ്. ഈ സംഘം യുഹിബ്ബുഹും അല്ലാഹു, പറ അല്ലാഹു. അതായത് എല്ലാവരും ഇസ്ലാമെന്ന് തെറ്റിപ്പോകുമ്പോൾ ഒരു ജനം ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മൂമിനായി എണീറ്റ് നിൽക്കുകയും ചെയ്യും. അവരെ അള്ളാഹുവിന് ഇഷ്ടം, അവർക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ്. ആദ്യം പറഞ്ഞ അള്ളാഹുവിന് അവരിഷ്ടം. ശ്രദ്ധിക്കണം കേട്ടാ. ഈ ആയത്ത് തന്ന് സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാം പോയി. റസൂലുള്ളാഹി ഇങ്ങനെ സ്വഹബിലേക്ക് ഇങ്ങനെ വന്നു. റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പോവും. അത് പോവാൻ പറഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥ വരും. ആ അവസ്ഥയിൽ സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആയത്ത് കൊടുക്കും. പിന്നെ റസൂലുള്ളാഹി മഹബിൽ നിന്ന് സ്വഹബിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ തന്റെ ശിഷ്യന്മാർ ഇരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് മഹാനായ അബൂ മൂസൽ അശ്അരി. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹും ഖൗമു ഹാദാ. തന്റെ സ്വഹാബിയായ അബൂ മൂസൽ അശ്അരി മുന്നിലിരിക്കുന്നുണ്ട്. ഈ ആയത്ത് റസൂലുള്ളാഹിക്ക് അവതരിക്കുന്ന നേരത്ത് അവതരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പോയിട്ട് മുന്നിൽ നോക്കുമ്പോൾ സ്വഹാബികളുണ്ട്. തൊട്ടടുത്ത് ആരിക്കുന്നുണ്ട്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. അബൂ മൂസൽ അശ്അരിയെ ഈ ആയത്ത് ഓതിയ റസൂലുള്ളാഹി നോക്കി പറഞ്ഞു, ഈ ആയത്ത് ഓതിയ റസൂലുള്ളാഹി പറഞ്ഞു, കും ഖൗമു ഹാദാ, ഇത് ഇവന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ്. അബൂ മൂസൽ അശ്അരിയുടെ 9ാമത്തെ പേരക്കുട്ടിയാണ് അബുൽ ഹസൻ അൽ അശ്അരി. ആ മഹാൻ വഹാബികൾ കാഫറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നെ കുന്തത്തിൽ നാട്ടിയാൽ എനിക്കൊരു കുന്തം വരാൻ പോണില്ല. നിങ്ങൾ സൗകര്യം, ഞാൻ ഇവിടെ ജീവിക്കാൻ വന്നവനല്ലടാ, ഞാൻ മരിച്ചു പോകാൻ വന്നവനാ.
നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിക്കാളി മനുഷ്യന്മാരെ. നിങ്ങൾ മഹശറിൽ പോയി കുടുങ്ങണ്ട. അള്ളാഹു തആല കാത്തി രക്ഷിക്കട്ടെ. ഒരിക്കലും വഹാബിയത്ത് സത്യമല്ല. വഹാബിയത്തിൽ വെള്ളിക്കോലിൽ വെള്ളി ഉണ്ടായാലും വഹാബിയത്തിൽ ദീൻ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു തുലാസ്, വെള്ളിക്കോൽ. വളരെ ഈ പറഞ്ഞ ചിന്തിക്ക് ഇങ്ങനെ ചൂണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ അബൂ മൂസ അശ്അരി റളിയല്ലാഹു മുന്നിലുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് ഹബീബായ നബി പറഞ്ഞു, ഹും ഖൗമുഹദാ, ആ ആളാണ് നമ്മളുടെ പള്ളിയുടെ ബൈലോയിൽ എഴുതിയ അശ്അരി ത്വരീഖത്ത്. ആ അശ്അരി ത്വരീഖത്തിന്റെ ശൈഖാണ് ആര്? അബുൽ ഹസനിൽ അശ്അരി. ഈ അബുൽ ഹസൻ അശ്അരി ആരാ? ആരാ? റസൂലുള്ളാഹി ചൂണ്ടി പറഞ്ഞ അബൂ മൂസ അശ്അരി എന്ന സ്വഹാബിയുടെ 9ാമത്തെ തലമുറയിലെ പേരക്കുട്ടി. ആ പേരക്കുട്ടിയെ വഹാബികൾ കാഫിറായിട്ട് മനസ്സിലാക്കുന്നു. അവരുടെ തലമുടി ഐസ് പോലുണ്ട്. മനസ്സിലായില്ല? ഈ സ്ത്രീയുടെ തലമുടി ഐസ് പോലുണ്ട്. ഐസിന്റെ നിറം ഏതാ? വെളുപ്പ്. മനസ്സിലായില്ല പറഞ്ഞു? അതായത് അത്ര തല നിറച്ച ഒരു സ്ത്രീ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? വെള്ളം കൊടുത്തു. കുറച്ച് കൂടുതൽ വെള്ളം കൊടുത്തു. കൂട്ടത്തിലുള്ളവരൊക്കെ ഒതു കൊടുത്തു. ഖലീഫന്റെ ഭൃത്യനുണ്ട്, ഒതു കൊടുത്തു. ഒതു കൊടുത്തതിന് ശേഷം പിന്നെ ആ വെള്ളം ബാക്കിയപ്പോ പിന്നെ വദൂഇൽ നിന്ന് കുടിക്കൽ സുന്നത്തുണ്ടല്ലോ, അത് കുടിച്ചപ്പോ ഭയങ്കര രസം തോന്നി. മരുഭൂമിയല്ലേ, അതങ്ങോട്ട് കുടിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നട്ടുച്ച വേനലുള്ള പകലുമല്ലേ, അതങ്ങോട്ട് കുടിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഭൃത്യനോട് പറഞ്ഞേ, നമുക്ക് അവരോടൊരു നന്ദി പറയണം. അപ്പോൾ ഈ ഭൃത്യൻ പറഞ്ഞേ, അത് മുസ്ലിം വീടല്ല ഖലീഫ, നിങ്ങൾ അവിടേക്ക് നന്ദി പറയാൻ പോകണ്ട. അപ്പോൾ ഖലീഫ പറഞ്ഞു, മുസ്ലിം വീടോ അമുസ്ലിം വീടോ ഒന്നും നോക്കാൻ പാടില്ല, ഉപകാരം ചെയ്താൽ നന്ദി ചെയ്യണം. നേരെ ഈ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഈ തലമുടി ഐസ് പോലെ വെളുത്ത ഈ കിഴവിയായ സ്ത്രീ ഇറങ്ങി വന്നു. എന്നിട്ട് ഖലീഫയുടെ അടുത്ത് വന്നു. അപ്പൊ ഖലീഫ പറഞ്ഞു, നിങ്ങളെ തന്ന വെള്ളം കൊണ്ട് ഞാൻ ഒന്നു കൊടുത്തു, ഞാൻ കുറച്ച് കുടിച്ചു. അപ്പൊ എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി, വല്ലാത്ത രസമുള്ള വെള്ളം, ഞാനത് അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ ആ സ്ത്രീയെ നിങ്ങൾക്ക് കലിമല്ലി മുസ്ലിം ആയിക്കൂടെ എന്ന് ചോദിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, ഞാൻ മുസ്ലിം ആവുകയില്ല. അപ്പോൾ നന്ദി പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ പൊട്ടി ഇങ്ങനെ കരഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഭൃത്യൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഒന്നിനുമല്ല, ഇസ്ലാമായ ആൾക്ക് പരലോകത്തിൽ ചില പ്രത്യേക പദവികളൊക്കെ ഉണ്ടല്ലോ. ആ പദവികൾ, ആ ഉന്നതമായ പദവികൾ, അള്ളാന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാന്റെ റിദ്വാനും അതൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിൽ ആ സ്ത്രീയെ കാണാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന ഞാൻ ആലോചിച്ചു. അങ്ങനെ കരയ. അന്നത്തെ ആ നാട്ടിന്റെ ഖലീഫയാണ് ആര്? ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല, വെറുപ്പില്ല. ഇത് വഹാബിയാണോ ആവുക? ഇല്ലേ, തലവെട്ടു. ഇങ്ങനെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പഠിപ്പിച്ചത്. അങ്ങനെ 4 ലക്ഷം ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയത്. 4 ലക്ഷം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇതൊക്കെ ചിന്തിക്കണം. എന്നിട്ട് വഹാബിയത്തിൽ പോയവര് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരണം. വഹാബിയത്ത് ഒരിക്കലും അടിസ്ഥാന ദീനല്ല. അതിൽ ധാരാളം പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ പിഴവ് കേവലം പിഴവല്ല, അത് ഖുനൂത്ത് ഓതലും ഓതാതിരിക്കലും എന്ന പിഴവല്ല, അത് തറാവീഹ് നിസ്കരിക്കലും നിസ്കരിക്കാതിരിക്കലും എന്ന പിഴവല്ല. പിന്നെ ഏതാണത്? അത് മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയ പിഴവ. അതിന് വലിയ പ്രശ്നങ്ങൾ, ദുനിയാവിൽ നട്ടം, ആഖിറത്തിൽ നട്ടം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ മാർഗം പിന്തുടരണം. ഇതാ ഈ കിടക്കുന്ന മനുഷ്യൻ 500 കൊല്ലം മുമ്പ് ഇവിടെ വന്നതാണ്. മഹാനായ അസ്സയ്യിദ് മദനിയിൽ ഉള്ള ആളമേ, അല്ലാഹ് ഇവരെ ദറജ ഏറ്റി കൊടുക്കണമേ റബ്ബേ.
ഈ വടക്കൻ മലബാറിലും ദക്ഷിണ കർണാടകയിലുമെല്ലാം വെളിച്ചം നൽകിയത് മഹാനാണ്. 500 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ വന്ന സുന്നത്തിയമാണ് മഹാനായ സയ്യിദ് മദനി റഹ്മത്തുള്ളാഹ്. അല്ലാഹ് അവരെ ദർജ ഏറ്റി കൊടുക്കണമേ റബ്ബേ. ഏത് നാട്ടിലും സുന്നത്തിയമായത്തിന്റെ സൂഫികൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ അത് വന്നിട്ടാണ് ദീനിന് വെളിച്ചം കൊടുത്തത്. ഖാജ, മഹാനായ ഖാജ, സുൽത്താനായ ഖാജ സലീം ചിശ്തിയുടെ അടുത്ത് അക്ബർ ചെന്ന് എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല, എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞ് കരഞ്ഞു. അക്ബർ ചക്രവർത്തിയോട് സലീം ചിശ്തി പറഞ്ഞ്, എന്നോടല്ലടാ പറയേണ്ടത്, രാജാവിനോട് പോയി പറ. അപ്പോൾ രാജാവ് വിളിച്ചു. കാരണം ദില്ലി സൽത്തനത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയാണ് ആര്? അക്ബർ. ആരപ്പ എന്നെക്കാളും വലിയ രാജാവ്. പരിഭ്രാന്തനായി നിന്നു. ഉസ്താദാ, വലിയ ആളാ. അവർ സലീം ചിശ്തിയോട് എതിര് പറയാൻ പറ്റൂല. ഞാൻ അത്ഭുതത്തോടു കൂടെ നിന്നു. എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിയുണ്ടാണെങ്കിൽ രാജാവിനോട് പറയാം. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഇയല്ലടാ സുൽത്താൻ. സുൽത്താൻ ഖാജയുടെ അടുത്ത് പോയി പറഞ്ഞു. ഖാജയുടെ അടുത്തേക്ക് നടന്നുപോയി എന്നുള്ള താരീഖും ഞാൻ കണ്ടിട്ടുണ്ട്. അക്ബർ നടന്നുപോയി വെയിലത്ത് നടന്നു പോയിട്ട് മുഖം ചൊറുചൊങ്കനായ അക്ബർ ചക്രവർത്തി മുഖം വിവർണമായി. സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നു. അക്കൊല്ലം ഭാര്യ ഗർഭിണിയായി. അതിനു ആദ്യ ഒരു കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് സലീം എന്ന് പേരിട്ടു. കാരണം ഖാജയുടെ അടുത്തേക്ക് അയച്ചത് ആരാ? സലീം ചിശ്തിയ. അതാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ അസൽ പേര് സലീമാണ്. വളരെ ചിന്തിക്കണം. അക്ബറിന്റെ മകനാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ മകനാണ് ആര്? ഷാജഹാൻ. ഷാജഹാന് ഒരു മോളുണ്ട്, ജഹനാര. ജഹനാര കല്യാണം കഴിച്ചിട്ടില്ല. വലിയ മുരീദത്ത. ആരുടെ? ഖാജയുടെ. അവരൊക്കെ മുരീദന്മാരാണ്. മരിക്കാൻ നേരത്ത് ജഹനാര വസിയത്ത് ചെയ്ത് എന്നെ എന്റെ ഖബറിന്റെ മുകളിൽ രാജകുമാരി എന്ന് എഴുതരുത്. ഖബറു മുരീദത്തി ഖാജ. ഇത് ഖാജയുടെ മുരീദത്തിന്റെ ഖബറാണെന്ന് എഴുതിയാൽ മതി. എന്നെ ഖാജയുടെ ഒരു മുരീദത്തിന്റെ ഖബറാണെന്ന് എഴുതിയാൽ മതി. എന്നെ രാജകുമാരി എന്ന ഖബറിന്റെ മുകളിൽ എഴുതരുത് എന്ന് ജഹനാര വസിയത്ത് ചെയ്തു. എന്ത് വിചാരിച്ച്? മറ്റൊരു ഷാജഹാന് ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്, ഔറംഗസീബ്. ഔറംഗസീബ് അള്ളാഹുവിന്റെ വലിയായിരുന്നു. കോഴിക്കോട്ടെ പഞ്ചാര കടപ്പുറത്ത് ശൈഖുന ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറയുന്നത് ഇപ്പോഴും ഈ ചെവിയിലുണ്ട്. ആരാണ്? അള്ളാന്റെ ഔലിയാക്കന്മാരല്ലാതെ ആരാണ് ദീൻ നൽകിയത്? ആരാ ദീൻ പഠിപ്പിച്ചത്? ലോകം കണ്ട മഹാനാണ് ഔറംഗസീബ്. ഇന്ത്യ കണ്ട ഒരു മഹാത്ഭുതമാണ് ആര്? ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. AD 1799 മഹാൻ വഫാത്താകുന്നത്. AD 1799. ആരാ ശൈഖ്? 16 ത്വരീഖത്ത്, ഖാദിരിയത്ത്, ഇഫായത്ത്, ചിശ്തിയത്ത്, സുറവർദിയത്ത്, നഖ്ശബന്ദിയത്ത്. 16 ത്വരീഖത്തിൽ ഇജാസത്ത, ഔറാദ, യുദ്ധം ചെയ്യുമ്പോൾ ഔറാദ. ഔറാദാണ്. സദാസമയം ഔറാദിലായിരിക്കും ടിപ്പു റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവരെ ദർജയ്ക്ക് കൊടുക്കട്ടെ. മഹാനായ അവസാനത്തെ ശൈഖാര AD 1797 മഹാനായ ഖുതുബുൽ അനാമായ മഹാനായ ഖുതുബും ഔസുമായ മഹാനായ അശ്ശൈഖ് അസ്സയ്യിദ് ജിഫ്രി അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നു. അപ്പോൾ കേരളത്തിലേക്ക് ഓടി വന്നു ടിപ്പു. എന്തിന്? ബൈഅത്ത് വാങ്ങാൻ, ബൈഅത്ത് സ്വീകരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കേരളത്തിലേക്ക് വന്ന ജിഫ്രി കബീലയിലെ ആദ്യത്തെ വല്ലിപ്പയാണ് ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി അൽ ഹദ്റമി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ കേരളത്തിൽ വരുന്നത് AD 1797. അപ്പോൾ ടിപ്പു ഓടി വന്നു കോഴിക്കോട്ടേക്ക്. ടിപ്പു കോഴിക്കോട്ടേക്ക് വരുമ്പോൾ വീട്ടില് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ വീട്ടിൽ ഒരു ദിക്ർ മജ്ലിസ് നടക്കുക. ആ ദിക്ർ മജ്ലിസ് നടക്കുക. ആ ദിക്ർ മജ്ലിസ്
മജ്ലിസ് നടക്കുന്ന നേരത്ത്, ആ ദിക്ർ മജ്ലിസ് നടക്കുന്ന നേരത്ത് ഭക്ഷണത്തിലെ ചെറിയ ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർക്കറിയാം ടിപ്പ് വരുന്നുണ്ട്. ജനനം AD 1703, മരണം AD 1792. മക്കയിൽ നിന്ന് കോഴിക്കോട് വരുന്നത് AD 1797 വന്നപ്പോൾ നേരെ ടിപ്പു സുൽത്താൻ അന്ന് 15 ത്വരീഖത്തുണ്ട്. 16ാമത്തെ ത്വരീഖത്ത് സ്വീകരിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ കോഴിക്കോട് വന്നു. കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. അവസാനത്തെ ഷെയ്ഖ് നമ്മളെ പ്രസിഡന്റിന്റെ വല്യപ്പയാണ്. പിന്നെ ടിപ്പു സുൽത്താൻ 2 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. AD 1799, AD 1799 ടിപ്പു സുൽത്താൻ ഷഹീദായി. 16 ത്വരീഖത്ത്. ആരാ? മശായിഖന്മാര് അല്ലാതെ, അഹ്ലുസുന്നയുടെ സൂഫികൾ അല്ലാതെ ലോകത്തെവിടെയാണ് ഒരു ഉത്ഥാനത ഉണ്ടായത്? എവിടെയാണ് ഒരു നവോത്ഥാനം ഉണ്ടായത്? ഞങ്ങളോട് കാണിച്ചു. ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ. ആരാണ് ഷെയ്ഖ്? ബഹുമാനപ്പെട്ട മഹാനായ അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു, അവരുടെ ശിഷ്യന്മാർ വഴി. പിന്നെ ബഹുമാനപ്പെട്ട ഔസുൽ ആലം, ബഹുമാനപ്പെട്ട മഹാനായ നിഫായ് ഷെയ്ഖ്. ഇവരിന്റെ തുടർച്ചയാണ് ആർക്ക്? സുൽത്താൻ സലാഹുദ്ദീൻ. 400 ചില്ലാനും കൊല്ലം പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ വെച്ചത് ഉസ്മാനികളാണ്. ആരാണ് അവരുടെ ഷെയ്ഖ്? അവർക്ക് 2 ഷെയ്ഖന്മാരാണ്. ഒന്ന് മഹാനായ, ഒന്ന് അശ്ശൈഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി. മുഹീദ്ദീൻ ഇബ്നു അറബി വഹാബികൾ കാഫിറാക്കിയിട്ടുണ്ട്. കാഫിറാണ് വഹാബി വിശ്വാസം. നിങ്ങളെ നാവിനൊക്കെ എന്ത് പറ്റും? നിങ്ങൾ എന്താ വിചാരിച്ചു? മുഹീദ്ദീൻ ഇബ്നു അറബി അവരാ ഊർജം കൊടുത്തത്. അവരാരാ? അവര് അടിസ്ഥാനപരമായി അവർ സ്പെയിനുകാരനാണ്. അന്തലൂസ് നടന്നു വരിക. എങ്ങോട്ട്? മക്കയിലേക്ക്. AD 1200 മക്കയിലെത്തി. മഹാനായ അശ്ശൈഖ് അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി AD 1200 മക്കയിലെത്തി. 1204 വരെ മക്കയിൽ. ഇക്കാലത്താണ് അൽ ഫുതുഹാത്തുൽ മക്കിയ എഴുതിയിട്ടുള്ളത്. AD 1200 മക്കയിലെത്തി. 1204 വരെ മക്കയിൽ. ആ കാലത്ത് അവർ എഴുതിയ കിതാബാണ് അത്ഭുത കിതാബായ ബഹുമാനപ്പെട്ട അൽ ഫുതുഹാത്തുൽ മക്കിയ. AD 1204 സിറിയയിൽ പോയി. ഡമാസ്കസിൽ നിന്ന് അനട്ടോളിൽ പോയിട്ട് ഉസ്മാനെ കണ്ടു. ഉസ്മാൻ എന്ന ചെറുപ്പക്കാരനായ ഓടിച്ചാടി നടക്കുന്ന നായാട്ടുകാരനാണ്. ഉസ്മാൻ ഇർത്തുൽ ഖാസിയുടെ മകനാ. ഇർത്തുൽ ഖാസി ആരാ? അദ്ദേഹം ഒരു നാട്ടുമൂപ്പനാ. അത്രേ ഉള്ളൂ. അടിസ്ഥാനപരമായി അവർ സൈബീരിയക്കാർ പ്രത്യേകത എന്താ? സൈബീരിയക്കാർ വലിയ ക്ഷമാശീലരാ. സബരിയ എന്ന വാക്കിൽ നിന്നാണ് സൈബീരിയ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അറബികൾ നേരെ ധ്രുവപ്രദേശത്ത് പോയപ്പോൾ അവിടെ ക്ഷമിച്ചു ജീവിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ആ നാട്ടിനെ സബരിയ എന്ന് പറഞ്ഞു. ആ സബരിയയാണ് പിന്നീട് സൈബീരിയ. അവിടുന്ന് വന്നവരാണ് ഇവര്. ഇർത്തുൽ ഖാസിയുടെ മകനാണ്. സെൽജൂക്കി രാജവംശത്തിന്റെ കീഴിലുള്ള ഒരു നാട്ടുമൂപ്പനാണ് ഇർത്തുൽ ഖാസി. ഇടക്കിടക്ക് ബാപ്പ കൊട്ടാരത്തിൽ ഇങ്ങനെ പോകും. സെൽജൂക്കി രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ പോകുമായിരുന്നു പല നാട്ടുകാര്യങ്ങൾക്ക് വേണ്ടി. ഒരിക്കൽ ചെന്നപ്പോൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരാൾ ഇരിക്കുന്നു. ആ ആൾ ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ ഒരു 34 ഫാത്തിഹ. 34 ഫാത്തിഹ. ഒരു വയസ്സൻ കൊട്ടാരത്തിന്റെ മുറ്റത്തുണ്ട്. മോനെ 34 ഫാത്തിഹ. 34 ഫാത്തിഹയും ഉസ്മാൻ ബാപ്പയെന്ന ഇർത്തുൽ ഖാസി എന്ന ബാപ്പയോട് കൂടെ സെൽജൂക്കി രാജവംശത്തിന്റെ കൊട്ടാരം കാണാൻ വേണ്ടി വന്ന കുട്ടിയോട് കൊട്ടാരത്ത് മുറ്റത്തിരിക്കുന്ന ഈ വയസ്സനായ മനുഷ്യൻ ഫാത്തിഹ ഓതിച്ചു. 34 ഫാത്തിഹ. അത്ഭുതം. 33 ആണെങ്കിൽ കണക്കാ. 34 ഫാത്തിഹ. 34 ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, സെൽജൂക്കികൾ അധികാരം നിനക്ക് തന്നു. നിനക്ക് ശേഷം 34 ആളുകൾ കൂടി ഉണ്ടാവും ഖലീഫമാരായി. 34ാമത്തെ ഖലീഫയാണ് മഹ്മൂദ് രണ്ടാമൻ. 1908 മഹ്മൂദ് രണ്ടാമനെ വഹാബികളും ബ്രിട്ടീഷുകാരും കൂടി ഗ്രീസിലേക്ക് നാടുകടത്തി. ഏറ്റവും പഠിക്കേണ്ട ചരിത്രമാണ്. സുന്നികൾക്ക് തീരെ അറിയാത്തതും ചരിത്രം.
വളരെ ചിന്തിക്കാൻ. രണ്ടാളാണ് ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായത്. ഈ ഉസ്മാനിയ ഖിലാഫത്ത് കൊണ്ടാണ് ചെങ്കിസ് ഖാന്റെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ പരിഹാരം. എന്താ പരിഹാരം? പേച്ച് വർക്ക് നടത്തി. പിന്നീട് ചെങ്കിസ് ഖാനെ പോലത്തെ ഒരാൾക്ക് അറബ് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ആരാ കാരണം? ഉസ്മാനികൾ. ആരാ? ചെങ്കിസ് ഖാൻ. ഇതുപോലെ ഒരു തമ്മാടി ലോകത്തില്ല. ആ സമൂഹത്തിൽ നിന്ന് തകർന്നു പോലെ ഇസ്ലാമിയത്തിന് യൂറോപ്യന്മാരെ ആക്രമണം, പിന്നെയോ ചെങ്കിസ് ഖാന്റെ ആക്രമണം. ആ രണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടാൾ വന്നു. ആ രണ്ടാളെ താബിഈങ്ങളാ. ഒന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി. അവരുടെ പിൻഗാമികളാ രണ്ടാൾ. ആര്? ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി. ഒന്ന് ആരാ? ഈ വയസ്സെന്നറിയോ? ഈ കൊട്ടാരത്തിന്റെ മുറ്റത്തിരുന്ന് കുട്ടിയെ കൊണ്ട് 34 ഫാത്തിഹ ഓതിപ്പിച്ച ആൾ ആരാന്നറിയോ? ഷെയ്ഖ് ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി. രണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി കുറഞ്ഞ കാലമാണ് ഉസ്മാന്റെയും ബാപ്പാൻ എരിത്രോളിന്റെയും കൂടെ ജീവിച്ച് പിന്നെ തിരിച്ചുപോയി. AD 1240 മഹാനായ മുഹീദ്ദീൻ അറബിയുടെ വഫാത്ത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ചിന്തിക്കണം. എവിടെയെല്ലാം മശായിഖന്മാരുണ്ടായോ അവിടെയെല്ലാം മുസ്ലിമീങ്ങൾക്ക് ഉദ്ധാനതയുണ്ടായി. എവിടെയെല്ലാം മുസ്ലിമീങ്ങളെ തള്ളി പറഞ്ഞു ആ മുസ്ലിമീങ്ങൾ ഗർബിന്റെ അടിമകളായി. ഇന്ന് മുസ്ലിമീങ്ങൾ ഗർബിന്റെ അടിമകളാ. എന്താ കാരണം? വഹാബിയ. ദീനിന്റെ ആത്മാവിനെ വഹാബികൾ തകർത്തു. അപ്പോൾ മുസ്ലിമീങ്ങൾ പടിഞ്ഞാറിന്റെ അടിമകളായി. പടിഞ്ഞാറിന്റെ ആളുകൾ പറയുന്നതല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. പടിഞ്ഞാറിനനുസരിച്ച് നിൽക്കും. ഒരു സ്ഥിരതയില്ല. 1947 ആണ് ഇന്ത്യയുടെ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ഇന്നും ഇന്ത്യയുടെ പതാകയാണ്. നാളെ ഇന്ത്യയുടെ പതാകയാണ്. ഒരു തറവാടിത്തള്ള പതാക. അതേ സമയത്ത് ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ട് മുതൽ AD 1932 അൽ മംലക്കത്തുൽ അറബിയ്യത്തു സൗദിയ വരുന്നത്. എത്ര വട്ടം കൊടി മാറ്റി? ഇപ്പൊ മാറ്റാൻ തീരുമാനിച്ചു. എന്താ അങ്ങനെ? പഴയകാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാര് പാട്ടുപാടിയിരുന്നു. രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രി ആയാൽ വില മാറി. വില കൂടിയാല് ഞാനൊരിക്കല് ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോ പഴയകാലത്ത് കുട്ടിക്കാലത്ത് അത് എനിക്ക് മനസ്സൊന്നും തോന്നുന്നില്ല. കുറച്ച് ബുദ്ധി സഞ്ചി തൂക്കിയ ഒരുത്തനും അതിന്റെ കുറച്ച് ആളുകളും വന്നിട്ട് സമരം ചെയ്യാം. അപ്പൊ സമരത്തിൽ എന്താ വില കൂടിയ സമരം? ഒരു പാട്ട്. എന്താ പാട്ട്? രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രി ആയാൽ വില മാറി. ഇതുപോലെയാണ് ഇപ്പോൾ പതാക. അയ്യേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു സ്ഥിരതയില്ലാത്തത്? എന്തുകൊണ്ട്? ഇതൊക്കെ അയാൾ എന്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. എവിടെയെല്ലാം മശായിഖന്മാരും അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുണ്ടോ അന്നെല്ലാം മുസ്ലിമീങ്ങൾ ആൺകുട്ടികളായി എണീറ്റ് നിൽക്കും. എന്നെല്ലാം മശായിഖന്മാരെ തള്ളി പറഞ്ഞു, എന്നെല്ലാം സുന്നത്തിമായത്തിന്റെ ഉലമായിനെ തള്ളി പറഞ്ഞു, അന്നെല്ലാം മുസ്ലിമീങ്ങൾ ഗർബിന്റെ അടിമകളാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതാണ് ഈ പ്രഭാഷണത്തിന്റെ നതീജ. ഡിസെൻഡൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയും. ഒരു പ്രഭാഷണത്തിന് ഒരു സെന്റൻസ് വേണം. ഡിസെൻഡൻസ് ഓഫ് ദി സ്പീച്ച് എന്ന് പറയും. ഇത് ഡിസെൻഡൻസ് ഓഫ് ദി സ്പീച്ച്. എപ്പോഴെല്ലാം മുസ്ലിമീങ്ങൾ മശായിഖന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിച്ചോ അപ്പോഴെല്ലാം കുട്ടികളെ പോലെ ഉമ്മത്ത് മുസ്ലിമത്തെ എണീറ്റ് നിൽക്കും. എപ്പോഴെല്ലാം മുസ്ലിമീങ്ങൾ മശായിഖന്മാരെയും അഹ്ലുസുന്നയുടെ ഉലമാഇനെയും തള്ളി പറഞ്ഞു അന്ന് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരുടെ അടിമകളായിരിക്കും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. എൻ്റെ രണ്ട് സ്നേഹിതന്മാരാണ് ഇനി പ്രഭാഷണത്തിന് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും അവരുടെ പ്രഭാഷണം കേൾക്കണമെന്നും അവരൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും നല്ല കരുത്തുള്ള പ്രഭാഷകരുമാണ്. ആ പ്രഭാഷണവും നിങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു എല്ലാവിധ കരുത്തും ഇസ്സത്തും മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി ഉള്ളാളമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വെളിച്ചം ഈ ഉള്ളാളത്ത് നിന്ന് കേരളം മുഴുവനും ഈ ഭൂഗോളം മുഴുവനും വ്യാപിക്കുന്ന ഈ വെളിച്ചത്തിന്റെ ആ ചുവട്ടിൽ നിൽക്കാൻ ഉമ്മത്ത് മുസ്ലിമത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഈ പാവപ്പെട്ടവന് വേണ്ടിയും
മരിച്ചുപോയ എന്റെ പാവപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയും ഉപ്പാക്ക് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.